പിന്നെ ആരുടെ ഒരാളുടെ കാലും കൊണ്ട് ഞാൻ തല വീണായിട്ട് എനിക്ക് അച്ഛനും ഇളയ മോനും തന്ന സമ്മാനമോ രണ്ടുപേരോട് പിടിച്ചു വെച്ച് അടിച്ചത് ആണ്. രണ്ടുപേരോട് പിടിച്ചു വെച്ച് അടിച്ചതാ. എൻ്റെ മാലയും പൊട്ടി ഇവിടുന്ന് ഇറങ്ങിപ്പോകാൻ പറഞ്ഞില്ലേ? ഒരുവനുണ്ടാക്കിയിട്ടതല്ല. നാടുമില്ല, നാടും മാനം ഉണ്ടെങ്കിൽ ഇറങ്ങിപ്പോ. ഞാനും ഇതിനെല്ലാം പ്രശ്നം എൻ്റെ പ്ലാനിങ് ആയിരുന്നെന്നും എനിക്കറിഞ്ഞൂടെ. എന്തൊക്കെ പറഞ്ഞൊരു കൊച്ചു പിടിച്ച് ചീത്ത കുറേ ചീത്ത പിടിച്ച് നിന്റെ കഥവും ഇവിടെ പിടിച്ചുകൊണ്ട് എന്തൊക്കെ മാറുമെന്നും പറഞ്ഞ് അവർ രണ്ടടി എത്ര അടിയിട്ട് ഒരു മക്കൾ ഇങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ അച്ഛനും അമ്മയും ഞാൻ പറയുക, ഇത് കേൾക്കാൻ വേണ്ടി പറയുക, സങ്കടമുള്ളതുകൊണ്ട് പറയുക. രണ്ട് മക്കളെ ഒരേ രീതിയിൽ സ്നേഹിക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ വളർത്താൻ നിൽക്കരുത്, ആദ്യമേ ഒഴിവാക്കിയേക്കണം. സീരിയസ് ആയിട്ട് അത്രയും വിഷമമുണ്ട് പറയുന്നത്. ഞാൻ ഈ വീട്ടിൽ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകൾ തടഞ്ഞു നിർത്തുന്നുണ്ട്. അവർക്ക് അടിക്കാതിരിക്കുന്നില്ല. കുറെ അടി മുതുകത്തൊക്കെ അവിടെ ഇവിടെയും കുറെ കിട്ടി. കാരണം അറിയാം അതിന്റെ അടിക്കരുത്. ഞാൻ ഉറക്കെ വിളിക്കുകയാണ്, ഇവന്റെ വയറ് കഴിഞ്ഞു. കാരണം അത് കേട്ടിട്ടെങ്കിലും ആരെങ്കിലും ഒന്ന് നിർത്തട്ടെ. രണ്ടുപേരും അടിക്കല്ലാതെ. എന്നിട്ട് ഞാൻ വീട് കിടന്നിട്ട് എന്റെ തൊട്ടടുത്താണ് അമ്മ നിൽക്കുന്നത്. എന്നാ ഒരു കൈ കൊണ്ടൊന്ന് താങ്ങോ, ഒന്ന് പിടിക്കോ. ഈ വീണിട്ട് പോലും മനസാക്ഷിയില്ല. എന്നിട്ട് പോലും എന്റെ അമ്മ അവളെ വിളിച്ചോ എന്തെങ്കിലും നിങ്ങൾക്ക് പറ്റിയോന്നും ഒരു വാക്ക് ചോദിച്ചിട്ടില്ല. ഈ സെക്കൻഡ് വരെ ചോദിച്ചിട്ടില്ല. അവൾ പ്രസവിച്ചതിന് എങ്ങനെ മാറി എന്നുള്ളത് എനിക്ക് അറിയത്തില്ല. കാര്യം എനിക്ക് ഇതേവരെ ആ വീട്ടിൽ ഒരു ഫ്രീഡം എന്ന് പറയുന്നത് ഇല്ല. കാരണം എന്തെങ്കിലും അവർ തമ്മിൽ സംസാരിക്കും, എന്നെ അതിലോട്ട് ഉൾപ്പെടുത്തത്തില്ല. ഞാൻ അതിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ റൂമിൽ ഒറ്റയ്ക്ക് ഇരിക്കുകയുള്ളൂ. എന്നെ ആ വീട്ടിലൊരു അംഗമായിട്ട്